നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 5 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന ദിവസമാണിത്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ദാമ്പത്യ ഐക്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വാഹനഭാഗ്യവും ധനനേട്ടവും ഈ ദിവസത്തിന്റെ പ്രത്യേകതകളാണ്. അടുത്തത് ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മഖേര്യം ആദ്യ പകുതി ഭാഗം. ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ തടസ്സങ്ങൾക്കും ധനക്ലേശത്തിനും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും മനസ്സിന് സമാധാനം നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. അടുത്തത് മിഥുനം രാശി. മഖേര്യം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബങ്ങളുമായോ ബന്ധുക്കളുമായോ കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. പ്രിയപ്പെട്ടവർക്ക് രോഗമോ ക്ലേശമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും ചെറിയ മനോവിഷമങ്ങളും അലട്ടിയേക്കാമെന്നതിനാൽ വിശ്രമം ഉറപ്പുവരുത്തുക. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സ്ഥാനപ്രാപ്തിയും ആരോഗ്യവർദ്ധനവും പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. മികച്ച ഭക്ഷണസുഖവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. സൽസുഹൃത്തുക്കളുടെ പിന്തുണയും ധനലാഭവും ലഭിക്കും. കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാഹചര്യമൊരുങ്ങും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. പല കാര്യങ്ങളിലും ധൈര്യപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർധനവുണ്ടാകും. തൊഴിൽ വിജയവും സാമ്പത്തികമായ ഉന്നതിയും ഈ ദിവസത്തെ സന്തോഷകരമാക്കും. അടുത്തത് കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. നേരത്തെ ഉണ്ടായിരുന്ന അപവാദ പ്രചരണങ്ങൾ മാറി നല്ല പേര് കേൾക്കാനുള്ള സാഹചര്യം ഒത്തുവരും. സമ്മാനങ്ങളോ വിശേഷപ്പെട്ട ആഭരണങ്ങളോ ലഭിക്കാൻ ഭാഗ്യമുണ്ടാകും. സാമൂഹികമായ ഇടപെടലുകളിൽ ബഹുമാനം വർദ്ധിക്കും. തുലാം രാശി. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചെറിയ കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. തൊഴിൽ തടസ്സവും ധനക്ലേശവും നേരിട്ടേക്കാം. ജലസംബന്ധമായ ഭയമോ ശത്രുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളോ ഉണ്ടാകാതെ ജാഗ്രത പുലർത്തണം. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനീഴം തൃക്കേട്ട. സമ്പത്തും പ്രശസ്തിയും തേടിയെത്തുന്ന സമയമാണിത്. വിശേഷപ്പെട്ട സമ്മാനങ്ങളോ ആഭരണങ്ങളോ കൈവരാൻ യോഗമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കുകയും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യാം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഉയർന്ന പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ വീണ്ടും ഒത്തുചേരുന്നത് മനസ്സിന് സന്തോഷം നൽകും. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലകളിൽ ഉള്ളവർക്ക് അധികാരപ്രാപ്തിയുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ബിസിനസ്സിൽ ചിലർക്ക് ഉയർച്ച ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. അനാവശ്യ ബന്ധങ്ങൾ വഴി മാനഹാനി ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും മനസമാധാനക്കുറവും അനുഭവപ്പെട്ടേക്കാം. ശരീരത്തിന് തളർച്ചയോ രോഗാവസ്ഥകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ സുതാര്യതയും ജാഗ്രതയും പുലർത്തുക. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം നിറയുന്ന ദിവസമാണിത്. ശത്രുദോഷം മാറിക്കിട്ടുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ വിജയത്തോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും. സ്ഥാനപ്രാപ്തിയും സമ്മാനങ്ങളും. കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് മഹാഭാഗ്യം. ഉയർന്ന പദവിയും ബന്ധുസമാഗമവും. ധനുരാശിക്കാർക്ക് ഇന്ന് വിശേഷപ്പെട്ട ദിവസം. സമ്പത്തും പ്രശസ്തിയും തേടിയെത്തും. വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് സുവർണകാലം. അപവാദങ്ങൾ മാറും. പുതിയ ആഭരണങ്ങൾ. കന്നി രാശിക്കാർക്ക് ഇന്ന് ശുഭവാർത്തകൾ. തൊഴിൽ വിജയവും സാമ്പത്തിക ഉന്നതിയും. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് സർവത്ര ജയം. കുടുംബ സമാധാനവും വാഹനഭാഗ്യവും. മേടം രാശിക്കാർക്ക് ഇന്ന് ഐശ്വര്യം. ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ഇടവം തുലാം രാശിക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം.